2026 ജൂൺ 2 സിറാജ് എഡിറ്റോറിയൽ. സാമൂഹിക സൗഹൃദം തകർക്കുന്ന നുണ പ്രചാരണങ്ങൾ. ഗോമാംസവുമായി ബന്ധപ്പെട്ട് വർഗീയ സംഘർഷം സൃഷ്ടിക്കാൻ ഹിന്ദുത്വ വർഗീയവാദി നടത്തിയ ഹീനമായ ശ്രമം പോലീസിന്റെ ജാഗ്രത മൂലം പരാജയപ്പെട്ട സംഭവം കഴിഞ്ഞ ദിവസം യു.പിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. തന്റെ വീടിനു മുമ്പിൽ ആരോ ഇറച്ചിപ്പൊതി ഉപേക്ഷിച്ചതായി മീററ്റിലെ ഒരു യുവാവ് പോലീസിൽ പരാതി നൽകി. പോലീസെത്തി പ്രാഥമിക അന്വേഷണത്തിന്റെ ഭാഗമായി സമീപത്തെ CCTV പരിശോധിച്ചപ്പോൾ അമ്പരപ്പിക്കുന്ന ദൃശ്യമാണ് കാണാനായത്. പരാതിക്കാരനായ യുവാവ് തന്നെ രാത്രിയിൽ ആരുമറിയാതെ വീട്ടുപടിക്കൽ മാംസം കൊണ്ടുവയ്ക്കുന്ന ദൃശ്യമാണ് CCTVയിൽ കണ്ടത്. തുടർന്ന് പോലീസ് ചോദ്യം ചെയ്യലിൽ അയാൾ കുറ്റം സമ്മതിച്ചു. പ്രദേശത്ത് വർഗീയ അസ്വാരസ്യമുണ്ടാക്കുകയായിരുന്നു പരാതിക്കാരന്റെ ലക്ഷ്യം. നാട്ടിലെ സമാധാനാന്തരീക്ഷം തകർക്കാൻ ശ്രമിച്ച കുറ്റത്തിന് ഇയാളെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് പോലീസ്. ഉത്തർപ്രദേശ് നഗരമായ ഗാസിയാബാദിലെ ക്ഷേത്രത്തിൽ ഗോമാംസമെന്ന വ്യാജേന പോത്തിറച്ചി വെച്ച് വർഗീയ സംഘർഷത്തിന് ശ്രമിച്ച 2 ഹിന്ദുത്വ സംഘടനാ പ്രവർത്തകർ കഴിഞ്ഞ വർഷം മാർച്ചിൽ അറസ്റ്റിലായിരുന്നു. ഹോളി ദിനാഘോഷത്തിന്റെ തൊട്ടു തലേന്നാണ് യോഗേഷ് ചൗധരി, ശിവം എന്നീ ഹിന്ദുത്വ യുവാക്കൾ ലോഹിയ നഗറിലെ ശിവ് ചണ്ഡി ക്ഷേത്രത്തിലെ വളപ്പിലെ ഗോശാലയിൽ പോത്തിറച്ചി വെച്ച ശേഷം ക്ഷേത്രത്തിൽ ആരോ ഗോമാംസം കൊണ്ടിട്ടുവെന്ന് പ്രചാരണം നടത്തിയത്. താമസിയാതെ ഹിന്ദുത്വ സംഘടനകൾ പ്രതിഷേധവുമായി രംഗത്തു വരികയും പ്രദേശത്ത് സംഘർഷാവസ്ഥ ഉടലെടുക്കുകയും ചെയ്തു. പോലീസ് എത്തി അന്വേഷണം നടത്തിയപ്പോൾ സമീപത്തൊന്നും മൃഗങ്ങളെ അറുത്ത സൂചന കണ്ടെത്താനായില്ല. സംശയം തോന്നിയ പോലീസ് നടത്തിയ വിശദമായ അന്വേഷണത്തിലാണ് പ്രതികൾ കുടുങ്ങിയത്. വർഗീയ കലാപം സൃഷ്ടിക്കലായിരുന്നു ഇവരുടെ ലക്ഷ്യമെന്ന് പോലീസ് വ്യക്തമാക്കി. ഹൈദരാബാദിലെ തച്ചബ്ബ ബുത്ര ഹനുമാൻ ക്ഷേത്രത്തിലെ ശിവലിംഗത്തിനു സമീപം കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിൽ മാംസത്തിന്റെ കഷ്ണം കാണപ്പെട്ടത് വലിയ കോലാഹലങ്ങൾക്കിടയാക്കിയിരുന്നു. ഹൈദരാബാദിലെ തച്ചബ്ബ ബുത്ര ഹനുമാൻ ക്ഷേത്രത്തിലെ ശിവലിംഗത്തിനു സമീപം കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിൽ മാംസത്തിന്റെ കഷ്ണം കാണപ്പെട്ടത് വലിയ കോലാഹലങ്ങൾക്കിടയാക്കിയിരുന്നു. മുസ്ലിങ്ങളാണ് ഇതിനു പിന്നിലെന്ന് BJP MLA അടക്കം പ്രചാരണം നടത്തി. പ്രശ്നം വർഗീയ സംഘർഷത്തിലേക്ക് നീങ്ങവേ ഒരു പൂച്ചയാണ് തെരുവിൽ നിന്ന് മാംസം ക്ഷേത്രവളപ്പിൽ കൊണ്ടിട്ടതെന്ന് CCTV ദൃശ്യങ്ങളിൽ നിന്ന് പോലീസ് കണ്ടെത്തി. ആദ്യം തെരുവുനായ കടിച്ചുകൊണ്ടുവന്ന മാംസം പിന്നീട് പൂച്ച ക്ഷേത്രത്തിനകത്തേക്ക് കൊണ്ടുപോകുകയായിരുന്നു. ഗോമാംസത്തിന്റെയും പശു സംരക്ഷണത്തിന്റെയും പേരിൽ രാജ്യത്ത് അരങ്ങേറുന്ന ആൾക്കൂട്ടക്കൊലകളുടെയും വർഗീയ സംഘർഷങ്ങളുടെയും പിന്നാമ്പുറങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ് ഈ സംഭവങ്ങൾ. മിക്ക സംഭവങ്ങളിലും കള്ളപ്രചാരണങ്ങൾ നടത്തിയും വ്യാജവാർത്തകൾ പ്രചരിപ്പിച്ചുമാണ് ഹിന്ദുത്വർ അക്രമങ്ങൾ അയച്ചുവിടുന്നത്. മേൽ വിവരിച്ച സംഭവങ്ങളിൽ CCTV മുഖേന സത്യം പുറത്തു വന്നിരുന്നില്ലെങ്കിൽ എന്താകുമായിരുന്നു അവസ്ഥ? സമാധാനപരമായി ജീവിക്കുന്ന നിരവധി പേർ പെട്ടെന്നൊരു ദിവസം വർഗീയ ഭ്രാന്തന്മാരായി മുദ്രയടിക്കപ്പെടുമായിരുന്നു. നിരവധി മുസ്ലിങ്ങൾ ആക്രമിക്കപ്പെടുകയും മുസ്ലിം വീടുകളും കടകളും തകർക്കപ്പെടുകയും ചെയ്യുമായിരുന്നു. ഒരേ മനസ്സോടെയും പരസ്പര സഹകരണത്തോടെയും കഴിഞ്ഞിരുന്ന പ്രദേശത്തെ 2 സമുദായങ്ങൾക്കിടയിൽ അനൈക്യവും ഭിന്നതയും ഉടലെടുക്കും. അയൽക്കാരെ പോലും സംശയത്തോടെ വീക്ഷിക്കുന്ന സാഹചര്യം സൃഷ്ടിക്കപ്പെടും. ഈ അവിശ്വാസം വരും തലമുറകളിലേക്ക് കൂടി പടരുന്നതോടെ സാമൂഹിക സൗഹൃദത്തിന്റെ അടിത്തറ തന്നെ ഇല്ലാതാകും. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഗോമാംസത്തിന്റെ പേരിലോ പശുക്കടത്ത് ആരോപിച്ചോ നടന്നുവരുന്ന അതിക്രമങ്ങളിലും ആൾക്കൂട്ട കൊലപാതകങ്ങളിലും വ്യാജവാർത്തകൾക്കും അടിസ്ഥാനമില്ലാത്ത കിംവദന്തികൾക്കും വലിയ പങ്കുണ്ട്. കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലല്ല പല ആൾക്കൂട്ട ആക്രമണങ്ങളിലും പ്രതികൾ അക്രമത്തിനു മുതിർന്നത്. സോഷ്യൽ മീഡിയ വഴിയോ വാമൊഴിയായോ പ്രചരിപ്പിക്കപ്പെട്ട വ്യാജവാർത്തകൾ കേട്ടാണ്. ഉത്തർപ്രദേശിലെ മുഹമ്മദ് അഖ്ലാഖിന്റെ വീട്ടിൽ പശു ഇറച്ചി സൂക്ഷിച്ചതായി തൊട്ടടുത്ത ക്ഷേത്രത്തിൽ നിന്ന് മൈക്കിലൂടെ വിളിച്ചു പറഞ്ഞതിനു പിന്നാലെയായിരുന്നല്ലോ 2015 സെപ്റ്റംബറിൽ ഹിന്ദുത്വർ അദ്ദേഹത്തെ വീട്ടിൽ കയറി തല്ലിക്കൊന്നത്. ആത്മീയ കേന്ദ്രങ്ങൾ പോലും വർഗീയ സംഘർഷങ്ങൾക്ക് വഴിമരുന്നിടുന്ന ദുരവസ്ഥ.
UP സർക്കാരിൻ്റെ വെറ്റിനറി വിഭാഗം പിന്നീട് നടത്തിയ പരിശോധനയിൽ അത് പശു ഇറച്ചിയല്ല, ആട്ടിറച്ചിയായിരുന്നുവെന്ന് വ്യക്തമായി. പെട്ടെന്ന് തീവ്രമായ വൈകാരിക പ്രകോപനമുണ്ടാക്കാൻ ബോധപൂർവം ചമയ്ക്കുന്നതാണ് ഗോമാംസവുമായി ബന്ധപ്പെട്ട് ഉയരുന്ന പല വാർത്തകളും. നുണപ്രചാരണങ്ങൾ കേവലം വാക്കുകളല്ല, മനുഷ്യജീവനെടുക്കാൻ ശേഷിയുള്ള ആയുധങ്ങളായി മാറുകയാണ്. പലപ്പോഴും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെയാണ് വ്യാജവാർത്തകൾ അതിവേഗം സമൂഹത്തിൽ പ്രചരിക്കുന്നതും ആളുകൾ വൈകാരികമായി പ്രതികരിക്കുന്നതും. സോഷ്യൽ മീഡിയയിൽ വരുന്ന സന്ദേശങ്ങളുടെ സത്യാവസ്ഥ പരിശോധിക്കാൻ മിക്കയാളുകളും ശ്രമിക്കാറില്ല. മാത്രമല്ല, ഉടനടി അത് മറ്റുള്ളവരിലേക്ക് ഫോർവേഡ് ചെയ്യുന്നതിലൂടെ ഒരു വലിയ നുണയെ നിമിഷ നേരം കൊണ്ട് ലക്ഷക്കണക്കിന് ആളുകളിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നു. സമൂഹങ്ങൾക്കിടയിലെ പരസ്പര വിശ്വാസമാണ് ജനാധിപത്യ ഇന്ത്യയുടെ ഏറ്റവും വലിയ കരുത്ത്. ആ വിശ്വാസത്തിൻ്റെ വേരുകൾക്കാണ് വ്യാജവാർത്തകളിലൂടെയും കെട്ടിച്ചമച്ച ആരോപണങ്ങളിലൂടെയും ചിലർ കോടാലി വെക്കുന്നത്. ഇത്തരം വ്യാജപ്രചാരകർക്കെതിരെ ഭരണകൂടവും നിയമപാലകരും ശക്തമായ നടപടി സ്വീകരിക്കേണ്ടതുണ്ട്.